നമസ്കാരം. കൊച്ചിയിൽ നഗരമധ്യത്തിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതിശ്രുത വരനും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം. വൈറ്റില കടവന്ത്ര സഹോദരൻ അയ്യപ്പൻ റോഡിന്റെ വശത്തുള്ള ജനതാ റോഡിൽ വെച്ചാണ് 4 പേർ ചേർന്ന് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത്. യുവതിയെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4:30 സംഭവം. യുവാവിനൊപ്പം 3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പെൺകുട്ടി അലറി വിളിച്ചിട്ടും മർദ്ദനം തുടരുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലുണ്ട്. എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് യുവതി അലറി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആദ്യം പരാതിയില്ലെന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും യുവതി പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മർദ്ദിച്ച യുവാവ് യുവതിയുടെ ബന്ധുവാണ്. അടുത്ത് തന്നെ വിവാഹം ചെയ്യാനും ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരം. ബ്യൂട്ടി പാർലർ നടത്തുന്ന യുവതി രാവിലെ 4 മണിയോടെയാണ് യുവാക്കൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയത്. വൈകി എത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വന്ന പെൺകുട്ടിയെ കാത്തുനിന്ന് യുവാവ് തല്ലുകയായിരുന്നു. ഇത് കണ്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഇടപെട്ടതോടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇരുവരും ജനതാ റോഡ് ഭാഗത്തേക്ക് നടന്നു പോവുകയും ചെയ്തു. തുടർന്നുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. മുഖത്തടിക്കുന്നത് കണ്ട് ഒരാൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ജനതാ റോഡിലേക്ക് കയറിയത്. അവിടെ വെച്ച് പെൺകുട്ടിയെ കുനിച്ചു നിർത്തിയും മതിലിൽ ചാരി നിർത്തിയും മർദ്ദിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് സുഹൃത്തുക്കൾ ഇവരുടെ അടുത്തേക്ക് വന്നെങ്കിലും യുവാവിനെ തടഞ്ഞില്ല. പ്രാണരക്ഷാർത്ഥം യുവതി പിന്നീട് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഓടി. അവിടെ വെച്ച് മർദ്ദനം തുടർന്നു. മർദ്ദനവും പെൺകുട്ടിയുടെ അലറിക്കരച്ചിലും കേട്ട് സമീപവാസികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മർദ്ദനം നടന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ 5 പേരെയും പോലീസ് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ മർദ്ദിച്ചതിൽ പരാതിയില്ലെന്ന നിലപാടായിരുന്നു യുവതിക്ക് അപ്പോൾ. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാതെ മടങ്ങി. പിന്നീട് ആശുപത്രിയിലെത്തിയ യുവതി പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം പരാതിയുണ്ടെന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു.